സെൻട്രൽ പോയിൻ്റ്. നമസ്കാരം കൂടെ. സെൻട്രൽ പോയിൻ്റാണ് ദുബായിൽ റാഷിദിയ. ഇവിടുന്ന് ബുർജുമാനിലോട്ട് പോവുകയാണ്. ബുർജുമാനിൽ നിന്ന് ഊദുമേത്ത് എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. അവിടെയാണ് നമ്മുടെ ഗംഗക്കുട്ടിയുടെ പരിപാടി ഇന്ന് നടക്കുന്നത്, ഗംഗാ തരംഗം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മെട്രോയിൽ സ്റ്റേഷനിൽ റാഷിദിയ സെൻട്രൽ പോയിൻ്റ് സ്റ്റേഷനിൽ നിൽക്കുന്നു. ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇച്ചിരി നേരത്തെ അഡ്വാൻസ് ആയിട്ട് തന്നെ ഇറങ്ങി. കാര്യം തിയേറ്ററിൽ പോയിട്ട് ഔദുമയത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ട്രാവലിംഗ് വീണ്ടുമുണ്ട്. അപ്പോൾ സോ എക്സൈറ്റഡ് മോളെ കാണാനും പ്രോഗ്രാം വാച്ച് ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ ബുർജുമാനിൽ നിന്ന് ലൈൻ മാറി കയറി, സിഗ്നൽ മാറി കയറി ബ്ലൂവിൽ കയറിയിട്ട് 3ാമത്തെ സ്റ്റോപ്പ് നമ്മുടെ ഉദുമേത്തിൽ ഇറങ്ങിയിട്ട് കാറിൽ അങ്ങനെ നമ്മളങ്ങോട്ട് പോവുക. മോളെ കാണാനുള്ള സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഭയങ്കരമായ ആഗ്രഹം. അവൾക്ക് വേണ്ടി കൊടുക്കാനുള്ള ഗിഫ്റ്റുകളൊക്കെ തയ്യാറാക്കിയത് ഒരു ക്രൈസി മൊമെൻറ്റ്സ് തന്നെ പറയാം. ഭയങ്കരമായൊരു ഫാനായിട്ട് മാറ്റിക്കളഞ്ഞു ഗംഗമോള്. ദുബായ് ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നടക്കാവുന്ന ദൂരമാണ് ശരിക്കും. പക്ഷേ ഞാൻ എത്തിയപ്പോൾ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. 3 മണിക്ക് മുമ്പായിട്ട് അവിടെ എത്തി. നട്ടുച്ച സമയമായിട്ട് നടക്കാൻ പറ്റില്ല. അങ്ങനെ വണ്ടി എടുത്താണ് പോയത്. വണ്ടി എടുത്ത് എനിക്കൊന്ന് 26-50 ഫിൽസ് എന്തോ ആയി. ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് 26 ദിർഹംസും 50 സെൻറ്റും 50 സെൻറ്ററിലെ ഫിൽസാണ്. സോറി. അപ്പോൾ സെബീൽ ലേഡീസ് ക്ലബ്ബിലെത്തി. അങ്ങനെ ഊദുമേത്തയിൽ വന്നിട്ട് ഊദുമേത്തയിൽ നിന്ന് കുറച്ച് നടന്നിട്ട് പിന്നെ ഒരു ടാക്സി എടുത്ത്. കാര്യം അവിടെ നിൽക്കുന്നിടത്ത് നമുക്ക് ടാക്സി കിട്ടുന്നില്ല. അത് ബുക്കിംഗ് ടാക്സികളേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ബുക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷനും ഇല്ല. അങ്ങനെ കുറച്ച് നേരം നടക്കേണ്ടി വന്നു. നടന്നിട്ട് ഹൈവേയിലോട്ട് കയറി ഒരു ടാക്സി എടുത്തു. അവിടെ നിന്ന് 26.50 സെൻറ്റ് കൊടുത്തപ്പോൾ നമ്മളെ സെബീൽ ലേഡീസ് ക്ലബിൻ്റെ വാതിക കൊണ്ടുവന്നാക്കി. ശരിക്കും പറഞ്ഞാൽ വെയിലില്ലായിരുന്നുണ്ടെങ്കിൽ നടന്ന് വരാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. ഇതാകുമ്പോഴത്തേക്ക് സിഗ്നലുകളൊക്കെ കട്ട് ചെയ്ത് ടാക്സി ആകുമ്പോഴത്തേക്ക് കറങ്ങിയൊക്കെയാണ് വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഊദുമേത്തിൽ നിന്ന് കുറച്ചൊരു 10-15 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ആക്ച്വലി. അതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മുടെ ദുബായ് ഫ്രെയിം. ഞാനിതുവരെ പോയിട്ടില്ല. അങ്ങനെ വണ്ടിയിലൊക്കെ ഇരുന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഒന്ന് പോകണം എന്നുണ്ട്. ഊദുമേത്ത ഇവൻസ് നോക്കട്ടെ. ഇവിടെയാണ് നമ്മുടെ ഗംഗക്കുട്ടിയുടെ പ്രോഗ്രാം നടക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റേജ് ഷോ വേറെ നടക്കുകയാണ്. അങ്ങനെ 3 മണിക്ക് തന്നെ അവിടെ എത്തി. 4, 5, 6 വീണ്ടും 3 മണിക്കൂറുണ്ട്. ഗംഗമോളും ടീമൊന്നും എത്തിയിട്ടില്ല. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ വിഷുവായിട്ട് പ്രമാണിച്ച് നോർത്ത് ഇന്ത്യക്കാരെയും സൗത്ത് ഇന്ത്യക്കാരെയും മിക്സായിട്ടുള്ള കുറച്ച് ടീംസിൻ്റെയൊക്കെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. ഈ പ്രോഗ്രാം തികച്ചും ഫ്രീ ആയിരുന്നു. അങ്ങനെ മോളോട്ടിയെയും പ്രോഗ്രാമൊക്കെ കാണാനുള്ളൊരു വലിയ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നു, അത് കൊടുക്കണം. അതൊക്കെയാണ് വലിയ സന്തോഷം. അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ അടുത്ത വീഡിയോ പറയാം കേട്ടോ. മോളെ കണ്ടു. അങ്ങനെ